അമേരിക്കയുടെ മാത്രമല്ല, ലോകത്തിലെ തന്നെ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു നഗരമാണ് ന്യൂയോർക്ക്. ആ നഗരത്തിൻ്റെ ഭരണ തലപ്പത്തിലേക്ക് വളരെയധികം തീവ്ര ഇസ്ലാമിക നിലപാട് പുലർത്തുന്ന സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന വെറും 33 വയസ്സ് മാത്രം പ്രായമുള്ള 2018 മാത്രം US പൗരത്വം ലഭിച്ച ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റ് സൊഹ്റാൻ മംദാനി ആ നഗരത്തിൻ്റെ മേയർ പദവിയിലേക്ക് ചുവടുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കുള്ള ആ ഒരു യാത്രയെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഒരു നാഴികക്കല്ല് അദ്ദേഹം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഉയർച്ച, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ന്യൂയോർക്ക് നഗരത്തിൻ്റെ മേയർ പദവിയിലേക്കുള്ള ആ ഒരു യാത്ര നൽകുന്ന ഒരു സൂചനകൾ എന്തൊക്കെയാണ്? ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു വളർച്ചയാണ് ആ വ്യക്തിയുടെ പൊളിറ്റിക്കൽ കരിയറിൽ സംഭവിച്ചിട്ടുള്ളത്. ന്യൂയോർക്കിൽ സംഭവിച്ചതുപോലെ തന്നെ ലണ്ടനിലും വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിലുള്ളൊരു ചരിത്രം നാം കണ്ടതാണ്. യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളെ ഒന്നൊന്നാകെ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണോ? മാത്രമല്ല, ന്യൂയോർക്കിലും ലണ്ടനിലും സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ, അതിന് ചില സമാനതകൾ നമുക്ക് കേരളത്തിലും ദർശിക്കാൻ സാധിക്കും. അതിനെപ്പറ്റിയുള്ള ചില സുപ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തലുകളും നിരീക്ഷണങ്ങളുമാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ റോബിൻ. ഇന്ന് നമ്മൾ വളരെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്. മറ്റൊന്നുമല്ല, ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്നും ഒരു വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അതായത് ന്യൂയോർക്കിലെ ആദ്യത്തെ ഒരു മുസ്ലിം മേയറായി, അല്ലെങ്കിൽ ആദ്യത്തെ ഇൻഡോ അമേരിക്കൻ മുസ്ലിം മേയറായിട്ട് സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വരാൻ പോകുന്നു എന്നൊരു വാർത്ത അവിടെ നിന്നും വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ന്യൂയോർക്ക് സിറ്റി അല്ലെങ്കിൽ ന്യൂയോർക്ക് ഏരിയ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വളരെയധികം സ്ട്രോങ് ഹോൾഡുള്ള ഏരിയയാണ്. വർഷങ്ങളായിട്ട് അവിടുത്തെ മേയർ സ്ഥാനത്തേക്ക് വരുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കാൻഡിഡേറ്റ് തന്നെയാണ്. നിലവിൽ അവിടുത്തെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ആ മേയർ കാൻഡിഡേറ്റ്, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേയർ കാൻഡിഡേറ്റ് ആരാകണം എന്ന ആ ഒരു പ്രൈമറി ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഒന്നാമതായിട്ട് ഈ പറയുന്ന സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന വ്യക്തി എത്തിയിരിക്കുന്നു. നമുക്ക് ഈ ന്യൂയോർക്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഒപ്പം തന്നെ UK ലണ്ടൻ, അതുപോലെയുള്ള വലിയ നഗരങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട, അതായത് ഭരണ തലപ്പത്തേക്ക് നുഴഞ്ഞ് കയറി തങ്ങളുടെ ലോങ് ടേം ഒരു അജണ്ട നടപ്പാക്കാനുള്ള അവരുടെ ഒരു ലക്ഷ്യം, അതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഈ ന്യൂയോർക്കിലും ഒപ്പം തന്നെ ഈ ലണ്ടൻ പോലുള്ള നഗരങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് അവരുടെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു അട്ടിമറിയാണ്. ഏത് സംവിധാനത്തെയാണോ അവർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്, ആ സംവിധാനത്തിലൂടെ തന്നെ നുഴഞ്ഞു കയറി ആ സംവിധാനത്തെ അട്ടിമറിക്കുന്ന ആ ഒരു തന്ത്രം അവർ ന്യൂയോർക്കിലും പയറ്റും, ലണ്ടനിലും പയറ്റും. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിലും അവർ പയറ്റുന്നുണ്ട്. പല രാജ്യങ്ങളിലും അവരുടെ ആ തന്ത്രം വിജയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഈ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ലണ്ടൻ മേയർ സ്ഥാനത്തേക്ക് വരുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ്, അത് എങ്ങനെ എന്തുകൊണ്ട് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യുന്നു എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഈ ഒരു വ്യക്തിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ ആദ്യമേ ഒന്ന് അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരു പൊളിറ്റിക്സിൽ സ്വാഭാവികമായിട്ടുള്ളൊരു വളർച്ചയുണ്ട്, ഒരു അസ്വാഭാവികമായിട്ടുള്ള വളർച്ചയുണ്ട്. പലപ്പോഴും നമ്മൾ ലോക ചരിത്രത്തെ ഒന്ന് കൃത്യമായി നിരീക്ഷിക്കുമ്പോൾ ഈ പൊളിറ്റിക്സിൽ അസ്വാഭാവികമായിട്ട് ഓൾ ഓഫ് എ സഡൻ കയറി വന്നിട്ടുള്ള പല വ്യക്തിത്വങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. അവരുടെ പിന്നിൽ വളരെ നിഗൂഢമായിട്ടുള്ള അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കോക്കസ് ഉണ്ട്. ഈ സൊഹ്റാൻ മംദാനിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ്, 33 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 1991 അദ്ദേഹം ജനിച്ചത്. ഈ അദ്ദേഹത്തിൻ്റെ പിതാവ് മഹ്മൂദ് മംദാനി, ഒപ്പം തന്നെ മാതാവ് ഇന്ത്യൻ വംശജയായിട്ടുള്ള മീര നായർ എന്ന് പറയുന്ന വ്യക്തി. അത് മീര നായർ എന്നാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ സൊഹ്റാൻ മംദാനി 7ാമത്തെ വയസ്സിലാണ് ന്യൂയോർക്കിലെത്തുന്നത്. 2018 സൊഹ്റാൻ മംദാനിക്ക് US സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്. ആ പറയുന്ന വ്യക്തിയാണ് 2025 ന്യൂയോർക്കിൻ്റെ മേയർ സ്ഥാനത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ ഞാൻ പറയാൻ പോകുന്ന ഒരു ഉദാഹരണം എത്രത്തോളം ശരിയാണ് എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ എങ്കിലും പറയുകയാണ്. ഒരു 5-6 വർഷം മുമ്പ് കേരളത്തിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി വരുന്ന ഭായിമാരെന്നൊക്കെ പറയുന്ന, അതിഥി തൊഴിലാളികൾ എന്നൊക്കെ കേരള സർക്കാർ വിശേഷിപ്പിക്കുന്ന ഒരു ഭായ്
ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയുടെ ഒരു ചെയർമാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർപ്പറേഷൻ ഒരു മേയറായിട്ടോ വരുന്നു എന്ന് നാം ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ആ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ന്യൂയോർക്കിൽ നിലവിലുള്ളത്. അപ്പോൾ ഒരു അസ്വാഭാവികമായിട്ടുള്ള വളർച്ച ഈ സൊഹ്റാൻ മംദാനിയുടെ ഒരു പൊളിറ്റിക്കൽ കരിയറിൽ സംഭവിച്ചിട്ടുണ്ട്. 2015 അദ്ദേഹം ആദ്യമായിട്ട് ന്യൂയോർക്കിൽ ഒരു ലോക്കൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂയോർക്ക് പൊളിറ്റിക്സിലേക്ക് കയറുന്നത്. പിന്നീട് 2020 ന്യൂയോർക്കിലെ ആ ഒരു നാഷണൽ അസംബ്ലി അതിൻ്റെ മെമ്പറായിട്ട് മാറുന്നു. 2024 ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോകുന്നു എന്ന അനൗൺസ്മെൻറ്റ് നടത്തുന്നു. ഒരു വർഷം പിന്നിട്ടില്ല. അതിനുശേഷം അദ്ദേഹം ആ മേയർ സ്ഥാനത്തേക്കുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ചുവടുവെപ്പ് നടത്തിയിരിക്കുന്നു. ഇനി ഈ പറയുന്ന വ്യക്തിയുടെ ഒരു പൊളിറ്റിക്കൽ മോട്ടീവ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഐഡിയോളജി കൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ പറയുന്ന വ്യക്തി നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ സൊഹ്റാൻ മംദാനിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ലുനാറ്റിക് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും ഒരു ലെഫ്റ്റ് പ്ലസ് ഇസ്ലാമിസ്റ്റ് ഐഡിയോളജിയുടെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഈ സൊഹ്റാൻ മംദാനി എന്ന് പറയുന്ന വ്യക്തി. പ്രോഗ്രസീവായിട്ടുള്ള ഐഡിയ നമുക്കറിയാം. ഈ എക്കാലത്തും പൊളിറ്റിക് ഇസ്ലാം ഏതൊക്കെ രാജ്യങ്ങളിൽ വന്നിട്ടുണ്ടോ ആ രാജ്യങ്ങളിൽ അവർ ഉയർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ ആരിലൂടെയാണ് ഉയർന്നു വന്നിട്ടുള്ള ആ പൊളിറ്റിക്കലായിട്ടുള്ള വ്യക്തിത്വങ്ങൾ തീവ്രവാദം പറഞ്ഞിട്ടല്ല പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ളത്. പലപ്പോഴും വളരെ പ്രോഗ്രസീവായിട്ട് മനോഹരമായിട്ടുള്ള ആശയങ്ങൾ. നമുക്ക് ഈ സൊഹ്റാൻ മംദാനിയുടെ ഒരു ക്യാമ്പയിൻ സ്റ്റൈല് തന്നെ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, ന്യൂയോർക്കിൻ്റെ തെരുവിലൂടെ അദ്ദേഹം നടക്കുന്നു, സാധാരണക്കാരുമായിട്ട് കൈകോർക്കുന്നു, അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. പിന്നെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങളുണ്ട്. ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബസ് സർവീസ്, നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ പോലെ ഈ റേഷൻ കടകൾക്ക് സമാനമായിട്ട് സ്റ്റേറ്റ് റൺ ചെയ്യുന്ന അത്തരത്തിലുള്ള ഗ്രോസറി ഷോപ്പുകൾ. ഒപ്പം അങ്ങനെ ഒരു ഫ്രീ ബീസ് പൊളിറ്റിക്സ് ജനങ്ങൾക്ക് അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം, ന്യൂയോർക്കിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഈ അക്കോമഡേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ. അപ്പോൾ അതിൻ്റെ അകത്തൊരു പരിഹാരം ഉണ്ടാകും. അപ്പോൾ ഒരു ഫ്രീ ബീസ് പൊളിറ്റിക്സ്. ഒപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഒരു കൃത്യമായിട്ടുള്ള ഇസ്ലാമിസ്റ്റ് അജണ്ട കൂടി ഈ പറയുന്ന വ്യക്തിക്കുണ്ട്. ഈ ഗ്ലോബൽ ഇൻഡിഫാദ എന്ന് പറയുന്ന ഈ പ്രോ പാലസ്തീൻ അല്ലെങ്കിൽ ഹമാസ് ഭീകരരൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ലോഗൻ്റെയൊക്കെ വളരെ വ്യക്തമായിട്ടുള്ളൊരു വക്താവ് കൂടിയാണ് ഈ പറയുന്ന സൊഹ്റാൻ മംദാനി. ഒരു ആൻറ്റി ഇസ്രായേൽ സ്റ്റാൻഡ് അത് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം, അതിനൊരു മേമ്പൊടിയായിട്ട് ആൻറ്റി സെമിറ്റിസത്തിനെതിരാണ് താനെന്ന രീതിയിൽ വരുത്തുവാനുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കിൽ കാലുകുത്തി കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്നുകൂടി പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ പറയുന്ന സൊഹ്റാൻ മംദാനി. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. താൻ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ LGBTQ ആ വിഭാഗത്തിന് വേണ്ടി ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തുടങ്ങും. ഒപ്പം തന്നെ നമുക്കറിയാം, ഈ ജെൻഡർ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളുടെ ഈ ജെൻഡർ ചേഞ്ചും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന വ്യക്തി കൂടിയാണ് ഇത്. നമുക്കറിയാം, അപ്പോൾ എല്ലാ ചേരുവകളും അങ്ങനെ ഒരുമിച്ചങ്ങ് വരികയാണ്. ഇസ്ലാമിസ്റ്റ്, ലെഫ്റ്റ്, പ്രോഗ്രസീവ്, ലിബറൽ. ഈ പറയുന്ന വ്യക്തിയുടെ ഈ അസ്വാഭാവികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി കൃത്യമായിട്ടുള്ള ഇസ്ലാമിസ്റ്റ് അജണ്ട കൂടിയുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ റോബിനിലേക്ക് ഒന്ന് വരാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇസ്ലാമിസ്റ്റ് ഐഡിയോളജിയുടെ മറ്റൊരു മുഖം കൂടി ഒന്ന് തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഈ 2025 മെയ് മാസത്തിൽ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിൽ വരികയാണെങ്കിൽ അദ്ദേഹവുമായി വേദി പങ്കിടാൻ താങ്കൾ തയ്യാറാണോ എന്നൊരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത്, മോദി ഒരു വാർ ക്രിമിനലാണ്. അതായത് ഗുജറാത്ത് കലാപത്തിൻ്റെ ഉത്തരവാദിത്തം മോദിക്കാണ്. ആ ഗുജറാത്ത് കലാപത്തിന് ശേഷം മുസ്ലിങ്ങൾ അവിടെ ഇല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അവിടെ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടു എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുണ്ടായി. ആ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ കോൺഗ്രസിൻ്റെ നേതാവ് അഭിഷേക് സിംഗ്വി പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. എപ്പോഴൊക്കെ ഈ സൊഹ്റാൻ മംദാനി വാ തുറക്കുന്നുവോ അപ്പോഴൊക്കെ പാകിസ്ഥാൻ്റെ PR ടീമിന് അന്ന് ഓഫാണ്, അല്ലെങ്കിൽ അവർക്കന്ന് പണിയെടുക്കേണ്ട കാര്യമില്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ പ്രോ പാകിസ്ഥാൻ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നമുക്കറിയാം, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നിലവിൽ ഗുജറാത്ത് പോപ്പുലേഷൻ 10% മുസ്ലിം ജനവിഭാഗമാണ്. 6 മില്യണിലധികം മുസ്ലിം ജനവിഭാഗം ഇപ്പോഴും അവിടെ സേഫായിട്ട് തന്നെ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒപ്പം തന്നെ 2020 ഒരു ആൻറ്റി ഹിന്ദു പ്രൊട്ടസ്റ്റിനൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ സൊഹ്റാൻ മംദാനി. അപ്പോൾ വളരെ വ്യക്തമാണ്, ഈ തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡറിനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അവർ പിന്നീട് ഇങ്ങനെ ഉയർന്ന് വന്നു കഴിയുമ്പോൾ അവരിലൂടെ തങ്ങളുടെ തീവ്രവാദപരമായിട്ടുള്ള അജണ്ട പൊളിറ്റിക്കൽ ഇസ്ലാം നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അത് അവർ ലെബനോനിൽ അത് വിജയിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഗാസയിൽ അവർ അക്കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. സിറിയയിലും വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു തരത്തിലുള്ള പ്രതിഫലനമാണ്, അനുരൂപണങ്ങളാണ് ഈ പറയുന്ന ന്യൂയോർക്കിൽ ലണ്ടനിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റോബിൻ, എത്രത്തോളം ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ജനാധിപത്യ സംവിധാനങ്ങളെ എതിർക്കുന്ന ഒരു ഐഡിയോളജിയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റേത്. പക്ഷേ ഏത് സംവിധാനത്തെയാണ് അവർ എതിർക്കുന്നത്, ആ സംവിധാനത്തിലൂടെ നുഴഞ്ഞു കയറി ആ സംവിധാനത്തെ ഇല്ലാതാകുന്ന ഒരുമാതിരി പാരസൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇത്തരത്തിലൊരു ഓൾ ഓഫ് എ സഡൻ വലിയൊരു വളർച്ച ഇവർക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്? ഒരു പക്ഷേ സാമ്പത്തികമായിട്ടും സോഷ്യലി എല്ലാ തരത്തിലുള്ള ഒരു ബാക്കപ്പ് ഇല്ലാതെ ഇത്തരത്തിലുള്ള
ഒരു വളർച്ചയിലേക്ക് ഈ കൂട്ടർക്ക് വരാൻ സാധിക്കുമോ? റോബിൻ്റെ ഒരു നിരീക്ഷണം. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നത് ഒരു പൊളിറ്റിക്സിൻ്റെ ഒരു രീതിയുടെ കാലം മാറി എന്നുള്ളൊരു അവസ്ഥാവിശേഷമുണ്ട്. എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയുടെ എല്ലാം കടന്നുവരവോടുകൂടി പൊളിറ്റിക്കൽ ഒരു എക്സ്പാൻഷൻ ആ രീതി മാറി എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ട്രഡീഷണലായിട്ട് ന്യൂയോർക്ക് ഡെമോക്രാറ്റിക് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്നതാണ്, അവരുടെ സ്ട്രോങ് ഹോൾഡാണ്. അപ്പോൾ അവിടേക്ക് ഇദ്ദേഹം എത്തിയ രീതി എന്ന് പറയുന്നത് ആളുകളെ വളരെ പെട്ടെന്ന് റീച്ച് ഔട്ട് ചെയ്യാൻ ഇയാൾക്ക് കഴിഞ്ഞു. ഏകദേശം 30,000 വോളണ്ടിയേഴ്സിനെ എങ്ങാണ്ട് ഗ്രൗണ്ടിൽ ഇറക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെ അത്ര വലിയൊരു ക്യാമ്പയിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ ജൂയിഷ് അടക്കമുള്ള ആളുകൾ ഇയാൾക്ക് ഫണ്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ജൂയിഷ് അടക്കമുള്ള ആളുകൾ ഓർക്ക് ഈ ന്യൂയോർക്ക് എന്ന് പറയുന്നത് ജൂയിഷിന് വളരെ സ്ട്രോങ് ഹോൾഡാണ്. സാമ്പത്തികമായിട്ട് എല്ലാ രീതിയിലും ന്യൂയോർക്ക് അവർക്ക് വളരെ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെ ഇയാളെ പോലെയുള്ള ഒരാൾ ഉയർന്നു വരിക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു ബാക്കപ്പ് വേണം. ആരാണ് ഇയാളെ ബാക്കപ്പ് ചെയ്യുന്നത്? അവിടെയാണ് നമ്മളൊരു, എനിക്ക് തോന്നുന്നൊരു സെൻറ്റർ റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ഒരു കാപട്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഏകദേശം ഇവിടെ ഉള്ള കോൺഗ്രസിനെയൊക്കെ പോലെയുള്ള ഒരു സെൻറ്റർ റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ, ഈ ലെഫ്റ്റ് വിങ് ഓൾറെഡി ഇസ്ലാമിസ്റ്റ് ആ ഒരു തലത്തിലേക്ക് മാറിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ പലപ്പോഴും പലരും ചതിയിൽപ്പെട്ടു പോകുന്നത് ഈ റൈറ്റ് വിങ്, മിഡിൽ റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ഒരു ചതിയിൽ പലപ്പോഴും ആളുകൾ പെട്ടുപോകാറുണ്ട്. അത് യൂറോപ്പിലടക്കം കാണാറുണ്ട്. യൂറോപ്പിലുണ്ട്, അമേരിക്കയിലും എല്ലാം ഈ സെൻറ്റർ റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ചതി അതിൽപ്പെട്ട് പലപ്പോഴും ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളടക്കം അതിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അമേരിക്കയിലേക്ക് ഇപ്പോൾ വരുമ്പോൾ ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി ഈ സെൻറ്റർ റൈറ്റ് വിങ് എന്നുള്ള ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇതുപോലുള്ള ഒരാളെ പൊക്കിക്കൊണ്ട് വരുമ്പോൾ എങ്ങനെയാണ് ഇയാൾക്ക് ഭൂരിപക്ഷം ആളുകൾ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നിടത്താണ് ഈ ആളുകൾക്ക് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്ന, ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ മതം എന്ന് പറയുന്നില്ല, അതിൽ ഡീപ്പ് റൂട്ടർ എന്ന് വെച്ചാൽ ഒരു നിരീശ്വരവാദി മെൻറ്റാലിറ്റി, എന്നാൽ നിരീശ്വരവാദി മെൻറ്റാലിറ്റി പുലർത്തുന്ന ആളുകൾ അവരാണ് സെക്കുലറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, മൾട്ടി കൾച്ചറലിസത്തെ പ്രോത്സാഹിക്കുന്നു. എന്ന് വെച്ചാൽ പല മതത്തിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നു. അതുപോലെ തന്നെ LGBTQ അടക്കമുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ, ജെൻഡർ ഐഡിയോളജി അടക്കമുള്ള കാര്യങ്ങളെ ഈ ആളുകൾ കയ്യയച്ച് പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ന്യൂയോർക്ക് സിറ്റി എടുത്തു കൊടുക്കുമ്പോൾ ന്യൂയോർക്ക്, ലണ്ടൻ അടക്കമുള്ള ഈ സിറ്റികളിലെല്ലാം ഇതുപോലെ മൾട്ടി കൾച്ചറലായിട്ടുള്ള ആളുകൾ, എന്ന് വെച്ചാൽ അവിടേക്കുള്ള സൗത്ത് ഏഷ്യനുണ്ട്, അതുപോലെ തന്നെ ആഫ്രിക്കനുണ്ട്, അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കനുണ്ട്. ഈ പ്രദേശത്തുള്ള ആളുകൾ എല്ലാം ഇതുപോലുള്ള ആളുകളെല്ലാം ഉള്ളൊരു പ്രദേശമാണ് ഇതുപോലുള്ള സിറ്റി. ഇപ്പോൾ ലണ്ടൻ ആണെങ്കിലും ഇപ്പോൾ ന്യൂയോർക്ക് ആണെങ്കിലും എല്ലാം. അപ്പോൾ ഈ സെൻറ്റർ റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇതിനെ ഈ രീതിയിലുള്ള കാര്യങ്ങളെ അനുകൂലിക്കുന്ന ആളുകൾക്ക് പൊങ്ങി വരാൻ ഇന്നത്തെ കാലത്ത് എളുപ്പമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. അങ്ങനെയുള്ള ആളുകൾ പൊങ്ങി വരാൻ എളുപ്പമാണ് എന്നുള്ള ആ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഇതിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ മാറുന്നത്. അപ്പോൾ ഓർക്കുക, അവിടെ ഹാർഡ് കോർ ആയിട്ടുള്ള ജൂയിഷ് ആളുകളുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിനെയെല്ലാം എന്ന് വെച്ചാൽ മറികടക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെയുള്ള ഏറ്റവും വലിയ ആളുകൾ, നമുക്കറിയാം നിരീശ്വരവാദത്തിലേക്കാണ് ഇന്ന് യൂറോപ്പിലും അമേരിക്കയിലും എല്ലാ ആളുകൾ ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ട്. മതത്തെ കഴിഞ്ഞും വളർച്ചയാണ് നിരീശ്വരവാദത്തിലേക്ക്. അതുപോലെ തന്നെ റെലവൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ തന്നെയാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ മതം എന്ന് വെച്ചാൽ മതത്തിൽ അറിയപ്പെടുന്നു, പക്ഷേ ഒരു നിരീശ്വരവാദ മെൻറ്റാലിറ്റിയാണ് എന്നുള്ളത്. ഈ രണ്ട് കൂട്ടരാണ് ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ പോപ്പുലേഷനിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ എന്തുകൊണ്ട് ഇദ്ദേഹം അവിടെ ന്യൂയോർക്കിൽ മേയറായിട്ട് വരാൻ സാധ്യത എന്ന് പറയുമ്പോൾ ഇത്രയും വാർത്തയാകാൻ കാരണം അവിടെ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി നിന്നാൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് അവിടെ സാധ്യത. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മേയറാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇദ്ദേഹത്തിനെതിരെ പലപ്പോഴും അവിടുത്തെയുള്ള ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് അടക്കമുള്ളത് ഇപ്പോൾ ഉയരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹം തോൽക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായാൽ അതും അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമായി മാറും എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ വളർച്ചയുടെ പിന്നിലുള്ള ഘടകം എന്ന് പറയുന്നത് ഈ ഒരു മെൻറ്റാലിറ്റിയാണ്, സെൻറ്റർ റൈറ്റ് വിങ് പൊളിറ്റിക്സ് മെൻറ്റാലിറ്റിയാണ്. ഇവിടെ തന്നെ ഓർക്കുക, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അടുത്തതായിട്ട് കോൺഗ്രസിൻ്റെ കൈ പിടിച്ച് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. ഏകദേശം അതേ ഒരു രീതി തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഇപ്പോൾ അമേരിക്കയിലും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടും സെൻട്രൽ റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ കൈ പിടിച്ച് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ വളർച്ചയിൽ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്ന് അദ്ദേഹം ആരൊക്കെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഒന്ന് യങ് പീപ്പിൾ, അതുപോലെ തന്നെ അവിടെയുള്ള ബ്ലാക്സ്, അതുപോലെ തന്നെ അവിടെയുള്ള എന്ന് വെച്ചാൽ ഈ സൗത്ത് ഏഷ്യൻ ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെല്ലാം സ്വാധീനിച്ചു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് യുവാക്കളെ സ്വാധീനിച്ചു.
അങ്ങനെയുള്ള ആളുകളെ എല്ലാം ആണ് ഇദ്ദേഹം സ്വാധീനിച്ചത്. ഈ സ്വാധീനിച്ച ആളുകളുടെ എല്ലാം ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഈ ന്യൂജൻ സോഷ്യൽ മാധ്യമങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാഴ്ചപ്പാട് പഴയ പോലെയല്ല. പണ്ട് ഒരു ഹൈറാർക്കിയിലായിട്ട് ആളുകൾ ഉയർന്നു വന്നിരുന്നു. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇന്നൊരു വ്യക്തിക്ക് പെട്ടെന്ന് വന്നിച്ച് ഉയർന്നു പോകാനുള്ള സാധ്യതകൾ ഇന്നത്തെ പൊളിറ്റിക്സ് നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യൻ ഇനിയിപ്പം നമ്മുടെ ഇങ്ങോട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് ആണെങ്കിൽ പോലും അങ്ങനെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പൊളിറ്റിക്സിൻ്റെ ആ ട്രഡീഷണൽ കാഴ്ചപ്പാട് മൊത്തം മാറി പുതിയ രീതിയിലുള്ള പൊളിറ്റിക്സിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് യൂറോപ്പിലാണെങ്കിലും അത് ശരിയാണ്. കാരണം അവിടുത്തെ ഈ ഫാർ റൈറ്റ് എല്ലാം പൊങ്ങി വരുന്നത് പെട്ടെന്നാണ്. ഒരൊറ്റ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു 1-2 വർഷം മുന്നേ ക്യാമ്പയിൻ നടത്തുന്നു, പെട്ടെന്ന് ആളുകൾ പൊങ്ങി വരുന്നു. അപ്പോൾ അതിനുള്ള സാധ്യതകൾ ഇന്ന് ലോകത്ത് നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉയർച്ച അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഉയർച്ചയ്ക്കുള്ളിലുള്ള ഒരു ചതി എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഇന്ന് കൃത്യമായിട്ട് കടന്നു വരുന്നത്. ആ ചതിക്കുള്ളിലേക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള എന്ന് വെച്ചാൽ ദേശസ്നേഹികളായ ഒരു ക്രിസ്ത്യൻ ട്രഡീഷനുള്ള ഹാർഡ് കോർ ക്രിസ്ത്യൻസായ അവർ പോലും ഇവരുടെ ഈ ഒരു സുഖിപ്പിക്കുന്ന കാഴ്ചപ്പാടിലേക്ക് മാറുകയും മറ്റേ ഞങ്ങൾ ക്രിസ്ത്യൻ ഇത് ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അതെന്തോ വലിയ പ്രശ്നമാണ് എന്നുള്ളൊരു തലത്തിലേക്ക് മാറുകയും ചെയ്യുന്നൊരു ആ ഒരു ചതിയിലേക്ക് ഇവരും പെട്ടുപോകുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലടക്കം ഈ രീതിയിലുള്ള സെൻട്രൽ റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമാണ്. നമ്മൾ പോലും അറിയാതെ പറ്റിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതേ പറ്റിക്കൽ സംഗതി തന്നെയാണ് ഇന്ന് ന്യൂയോർക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാം കൃത്യമായിട്ട് അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോബിൻ പറഞ്ഞ കറക്റ്റ്. ഇപ്പം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സുഹ്റാൻ മംദാനിയുടെ ഒരു വളർച്ച എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ ന്യൂയോർക്ക് എന്ന് പറയുന്നത് അവിടെ ഫസ്റ്റ് നിൽക്കുന്ന ഒരു റിലീജിയൻ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. പിന്നീട് ജൂയിഷ്, പിന്നീട് മുസ്ലിം പോപ്പുലേഷനുണ്ട്. ഇതിൻ്റെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വളർച്ചയുടെ ഒരു ജനനം എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ആ മേഖലയിലെ ട്രഡീഷണലായിട്ടുള്ള ഏത് മതവിശ്വാസമാണ്. ഇപ്പോൾ യൂറോപ്പിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ ആ മതവിശ്വാസത്തിൻ്റെ ഒരു നിരാകരണം, അതായത് കുറേ കൂടി എത്തിസ്റ്റ് ചിന്താഗതിയിലേക്ക് അവരെ കൊണ്ടുവരുന്നു. പിന്നീട് ഒരു സമുദായ ബോധം നഷ്ടപ്പെടുന്നു. ഇപ്പോൾ റോബിൻ പറഞ്ഞു ഈ ന്യൂയോർക്കാണ് ഏറ്റവും കൂടുതൽ ജൂയിഷ് പോപ്പുലേഷൻ ഉള്ളൊരു സിറ്റി എന്ന് പറയുന്നത്. അവിടെ ഈ വളർന്നു വരുന്ന യങ് ജനറേഷനുണ്ട്, ഈ പ്രോഗ്രസീവ് കാഴ്ചപ്പാടുള്ള ജൂയിഷ് ഇത്. നമുക്കറിയാം ഒക്ടോബർ 7 ശേഷം ഈ നടന്ന ഇസ്രായേൽ അനുഭവിച്ച കഷ്ടതകൾ നമുക്കറിയാവുന്നതാണ്. അതിനും കേരളവുമായിട്ട് വളരെയധികം സമാനതയുള്ളൂ. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വളർന്നു വരുന്ന ചില ജൂയിഷ് യങ് ആയിട്ടുള്ള ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമുദായ ബോധം, നമ്മുടെ ഭാഷയിൽ പറയുന്ന സമുദായ ബോധം നഷ്ടപ്പെടുന്നു. അപ്പോൾ അത് ഈ പറയുന്ന സുഹ്റാൻ മംദാനിയെ പോലെയുള്ളവർ മുതലെടുക്കുന്നു. മാത്രമല്ല ചില ഇഷ്യൂസ് അവർ ഉയർത്തി കാണിക്കുന്നു. അതിൻ്റെ മുമ്പിൽ മറ്റ് ഇഷ്യൂ ഒന്നുമല്ല എന്നുള്ള ഒരു രീതിയിൽ സമാനമായിട്ടുള്ള സാഹചര്യം ഒരു കാര്യം കൂടെ നമ്മൾ അതിനുള്ള എടുത്ത് കാണിക്കണം. എന്ന് വെച്ചാൽ ഈ ആൻറ്റിസെമിറ്റിസം നമ്മൾ പലപ്പോഴും പല യൂറോപ്പിലും അമേരിക്കയിലെല്ലാം ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ആൻറ്റിസെമിറ്റിസത്തിന് ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നുപോയി. എന്ന് വെച്ചാൽ ഹിറ്റ്ലറിൻ്റെ കാലമാണ് ഇന്നും ആൻറ്റിസെമിറ്റിസം എന്ന് എടുത്ത് കാണിക്കാൻ പറ്റുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടം ഒരുപാട് കടന്നുപോയി. ഇന്ന് ആൻറ്റിസെമിറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ എഫക്റ്റ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം തന്നെ ഈ ആൻറ്റിസെമിറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അത് സമൂഹത്തിൽ ഏശാതെ പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആൻറ്റിസെമിറ്റിസം പഴയ പോലെ ഏൽക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് കേരളത്തിൽ അത് തന്നെ സംഭവിക്കുന്നത്. കേരളത്തിൽ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം വളർന്നു? അതിൻ്റെ ഉത്തരം ഒന്നുള്ളൂ. അതായത് എന്ന് മുതലാണോ കേരളത്തിൽ ക്രൈസ്തവരുടെ ഒരു സമുദായ ബോധം നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഹൈന്ദവരുടെ ഒരു സമുദായ ബോധം നഷ്ടപ്പെട്ടോ അന്ന് മുതൽ കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാം വളർന്നു വരാൻ തുടങ്ങി. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഹൈന്ദവരുടെയൊക്കെ ഇടയിൽ ഒരു മതവിശ്വാസത്തെ കുറിച്ചുള്ള ആ ഒരു ചിന്ത, ആ ഒരു തങ്ങളുടെ വിശ്വാസം മഹത്വകരമാണ് എന്നൊരു ചിന്ത എന്ന് നഷ്ടപ്പെടാൻ തുടങ്ങി അന്ന് പൊളിറ്റിക്കൽ ഇസ്ലാം അവിടെ വളർന്നു വരുന്നു. നമുക്ക് അരുണിലേക്ക് വരുമ്പോൾ, നമുക്കറിയാം ന്യൂയോർക്ക് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ള അമേരിക്കയുടെ ഒരു പോരാട്ടത്തിൻ്റെ ഒരു ട്രിഗറിങ് കേന്ദ്രമാണ് അല്ലെങ്കിൽ പോയിൻ്റാണ് ന്യൂയോർക്ക്. കാരണം നമുക്കറിയാം September 11 അറ്റാക്ക് നടന്ന ന്യൂയോർക്ക്. അതിനെ തുടർന്നാണ് അമേരിക്ക ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം ആരംഭിച്ചത്. അതിനു മുമ്പൊക്കെ ഇന്ത്യ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ചൊക്കെ പരാതി പറയുമ്പോൾ അമേരിക്ക അതിനെ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല. ആ ന്യൂയോർക്കിലാണ് സുഹ്റാൻ മംദാനി പോലുള്ള ഒരാൾ ഒരു മേയർ സ്ഥാനത്തേക്ക് വരുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ടുള്ളൊരു വികാരം വർഷങ്ങൾ മുമ്പ് ന്യൂയോർക്ക് ജനതയിൽ ഉണ്ടായിരുന്നു. ആ ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ വളർന്നു വരുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഒപ്പം തന്നെ ഈ ന്യൂയോർക്ക് അല്ലെങ്കിൽ സുഹ്റാൻ മംദാനി, ലണ്ടൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് നമുക്ക് എഴുത്തള്ളാൻ സാധിക്കും. ജോർജ്, നമ്മൾ UK കുറിച്ച് മുമ്പ് നമ്മുടെ നിലപാടിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷേ UK നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ ന്യൂയോർക്കുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാനുണ്ട്. UK ലണ്ടനിലെ സാദിഖ് ഖാൻ മേയറായിട്ട് വരുന്ന ആ സമയം, അന്ന് ജസ്റ്റ് 15% താഴെയാണ് അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ. ഇപ്പോൾ സുഹ്റാൻ മംദാനി വരുമ്പോൾ അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ വെറും 10% താഴെയാണ്. 9% ഇപ്പോഴത്തെ പോപ്പുലേഷൻ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വെറും 10% അതല്ലെങ്കിൽ ഒരു 14% വെച്ച് അവർ മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അവർ മേയർ
പൊസിഷനിലേക്ക് വരുന്നു. ഇപ്പോൾ യു കെയിൽ പറയുമ്പോൾ ഈ ലണ്ടനിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. യു കെയിലെ പല മേയർമാരും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പലരുടെയും ഐഡൻറ്റിറ്റി ഇപ്പോഴും വെളിപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇത് തന്നെ ലോകം മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, കേരളം മുഴുവൻ നോക്കുകയാണെങ്കിൽ, ഇവരുടെ എല്ലാവരുടെയും അജണ്ടയും ഇവരുടെ പ്ലാനിങ്ങും എല്ലാം ഒരുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലുള്ളവർക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ കേരള സമൂഹം മനസ്സിലാക്കേണ്ടത്, ഈ അജണ്ടയോടുകൂടി ഇവിടെ ആരെങ്കിലും അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ, ആ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഭാവിയിൽ അത് എന്തായിട്ട് മാറും. ഇതിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ലണ്ടനും ന്യൂയോർക്കും എല്ലാം. ന്യൂയോർക്ക് അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്. 40% കുടിയേറ്റക്കാർ ആ സ്ഥലം കൈയടക്കി കഴിഞ്ഞു. പക്ഷേ അപ്പോഴും അവിടെ 57% ക്രിസ്ത്യൻസ്, 13% ജൂതന്മാർ, വെറും 10% താഴെ മുസ്ലിംസ്. എന്നിട്ട് ഒരു മുസ്ലിം എങ്ങനെ മേയറാകുന്നു? ഇവിടെ ഇപ്പോൾ ഇത് പറയുമ്പോൾ എന്തിന് ഇതിനെ മതപരമായിട്ട് കാണണം? ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റിൻ്റെ കഴിവ് കൊണ്ട് അദ്ദേഹം മേയറാകുന്നു എന്ന് ചിന്തിച്ചാൽ മതിയെന്ന് പറയും. പക്ഷേ ജോർജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നിലേക്ക് ചെകഞ്ഞു നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഇദ്ദേഹത്തിൻ്റെ അജണ്ട എന്തായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ആംബിഷൻസ് എന്തായിരുന്നു. അതിപ്പോൾ ഈ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ ഇലക്ഷൻ സമയത്ത് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ, അതിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലാണ്. സാധാ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ല, തൊപ്പിയിട്ട അതല്ലെങ്കിൽ തലപ്പാവ് ധരിച്ച മുസ്ലിം സമൂഹത്തോട് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ന്യൂയോർക്കിലെ 10 ലക്ഷം പേരുണ്ട്, ന്യൂയോർക്ക് സിറ്റി നമ്മുടേതാണ്. ന്യൂയോർക്ക് സിറ്റി മാത്രമല്ല, ന്യൂയോർക്കിൻ്റെ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളും നമുക്ക് അവകാശപ്പെട്ടതാണ്. ഇതാണ് അവസരം. ഈ അവസരം നമ്മൾ പൂർണ്ണമായിട്ടും വിനിയോഗിക്കണം. ഈ വീഡിയോ ഇപ്പോൾ വൈറലാണ്. അപ്പോൾ പുറമേക്ക് നോക്കുമ്പോൾ ഇദ്ദേഹം സോഷ്യലിസ്റ്റാണ്, ഡെമോക്രാറ്റിക്കിൻ്റെ സ്ഥാനാർത്ഥിയാണ്, ലിബറലാണ്, ജോർജി പറഞ്ഞ പോലെ LGBTQ അതുപോലെ തന്നെയുള്ള മറ്റു പല ആശയങ്ങളുടെയും വക്താവാണ്. ട്രംപിൻ്റെ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ 100% ഒരു കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിലേക്ക് ചെകഞ്ഞ് പോകുമ്പോൾ അദ്ദേഹം ഹാർഡ്കോർ ഒരു മുസ്ലിമാണ്, ഒരു ഷിയ മുസ്ലിമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേരുകളിലേക്ക് പോകുമ്പോൾ അത് ഇന്ത്യയിലാണ് വന്ന് നിൽക്കുന്നത്. ഇന്ത്യക്കാർ ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് വരുമ്പോൾ, ഋഷി സുനക് ആയിക്കോട്ടെ, ഇവൻ കമല ഹാരിസ് ആയിക്കോട്ടെ, ഇവിടെ ഇന്ത്യക്കാർക്കൊരു അഭിമാനബോധം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഇന്ത്യക്കാർ പറയുന്നത് ഇദ്ദേഹം ന്യൂയോർക്കിലെ മേയറാകുന്നത് ഇന്ത്യക്ക് തന്നെ ഒരു അപമാനമാണെന്ന്. അത് BJP-കാർ മാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അത് തന്നെ പറയുന്നു. എന്തുകൊണ്ട് ഇവരിത് പറയുന്നു? അവിടെ ലണ്ടനിലെ സാദിഖ് ഖാൻ പാകിസ്ഥാൻ ഒറിജിൻ, ഇവിടെ ഇന്ത്യൻ ഒറിജിൻ. പക്ഷേ ഇന്ത്യ പറയുന്നു ഇത് പാകിസ്ഥാന് തുല്യമാണ്. ഒരു പാകിസ്ഥാൻകാരൻ ഇന്ത്യ വിരുദ്ധനായ ഒരു പാകിസ്ഥാൻകാരൻ ആകുന്നതിന് തുല്യമാണെന്ന് ഇന്ത്യ പറയുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം ഓരോ പ്രദേശങ്ങളെ കീഴടക്കി പിടിച്ചെടുത്ത് അവരുടെ അജണ്ടകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതെന്ന്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. 2 വീട്ടുകാർ, ഒരു വീട്ടിലെ ഒരു ഭാര്യയും ഭർത്താവും, കുറച്ച് പ്രായമായ ഭാര്യയും ഭർത്താവും. അതിൻ്റെ ഭർത്താവ് മരിച്ചു, ഇനി വിധവയായ ഭാര്യ മാത്രമാണ് അവശേഷിക്കുന്നത്, പ്രായമായി. അപ്പുറത്തെ വീട്ടിൽ ഒരു അപ്പനും കുറച്ച് മക്കളും, 3-4 മക്കൾ അവർക്കുണ്ട്. അപ്പോൾ ഈ അപ്പനും മക്കൾക്കും ഓരോരോ ആഗ്രഹമുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിധവയായ സ്ത്രീയുടെ സ്ഥലം കൈവശപ്പെടുത്തണം. എല്ലാവരുടെയും ആഗ്രഹം ഒന്നാണ്. പക്ഷേ ഓരോ മക്കൾക്കും ഓരോ ആശയങ്ങളാണ് അതെങ്ങനെ കൈവശപ്പെടുത്തണം എന്നതിനെ കുറിച്ചിട്ട്. മൂത്ത മകൻ പറഞ്ഞു, ഇവർക്ക് എന്തായാലും പ്രായമായല്ലോ, ഇനി കുറച്ച് നാളും കൂടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ത്രീ മരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ഇത് കൈവശപ്പെടുത്താമെന്ന് പറയും. രണ്ടാമത്തെ മകൻ പറയും, അയ്യോ അതുവരെയൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് ഈ സ്ത്രീനെ തന്നെ പ്രലോഭിപ്പിച്ച് അവർക്ക് കുറച്ച് ഓഫറൊക്കെ കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ഈ സ്ഥലം നമുക്ക് കൈവശപ്പെടുത്താം, അവരെന്നിട്ട് എവിടെ വേണമെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഇതായിരുന്നു രണ്ടാമത്തെ മകൻ്റെ ആശയം. മൂന്നാമത്തെ ആൾ പറഞ്ഞു, അത് അത്ര എളുപ്പത്തിൽ നടക്കില്ല, അവരവരുടെ സ്വന്തം സ്ഥലമായതുകൊണ്ട് അതങ്ങനെ വിട്ടുതരില്ല, അതുകൊണ്ട് നമുക്ക് നിയമപരമായിട്ടും അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ ഈ സ്ഥലം നമുക്ക് ഏതെങ്കിലും രീതിയിൽ തട്ടിച്ച് നമ്മുടെ കൈവശമാക്കാമെന്ന് പറയും. നാലാമത്തെ ആൾ പറഞ്ഞു, ഇതൊന്നും നടപ്പില്ല, ഇവരെ തട്ടി നമ്മൾ ഈ സ്ഥലം കൈവശപ്പെടുത്തും. ഇങ്ങനെ 4 പേർക്കും 4 ആശയങ്ങളാണ്. ഇങ്ങനെ ഇരിക്കെ 4ാമത്തെ മകൻ പോയി ഈ സ്ത്രീയെ കൊന്നു കഴിഞ്ഞപ്പോൾ 1ാമത്തെ മകൻ അതിനെതിരെ ശബ്ദിക്കണമെന്ന് 1ാമത്തെ മകന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ മകൻ മറ്റു മക്കളും പിതാവും ഒക്കെ ഒരേ സ്റ്റാൻഡിൽ നിൽക്കുന്നതുകൊണ്ട് ആ മകന് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല, ഭയപ്പെട്ട് നിന്നു. 2ാമത്തെ മകനായിട്ട് ഈ ചെയ്ത പ്രവൃത്തിനെ ന്യായീകരിച്ചുകൊണ്ട് ലേഖനം എഴുതിയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക ചെയ്തത്. 3ാമത്തെ വ്യക്തിയാകട്ടെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്താതെ നിശബ്ദനായിട്ട് ഒന്നും പറഞ്ഞില്ല. ആർക്കും അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന്, ആർക്കും അറിയില്ല. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹത്തിൻ്റെ മുഖം വരുന്നത് അദ്ദേഹത്തിന് താല്പര്യമില്ല. ഇതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അവസ്ഥ. അത് ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഇതേ രീതിയിലാണ്. പലരും വിചാരിക്കും ഇവരെല്ലാവരും നമുക്ക് അനുകൂലമായിട്ടാണല്ലോ നിൽക്കുന്നത്, ചില സമയത്ത് വിചാരിക്കും ഇവരെന്താ നിശബ്ദമായിട്ട് നിൽക്കുന്നത്, ഇവരെന്താ ഒന്നും പറയാത്ത, ഇങ്ങനെ പലതും തോന്നും. പക്ഷേ എല്ലാവർക്കും ഒരു അജണ്ടയാണ്.
പക്ഷേ ആ അജണ്ട നടപ്പാക്കുന്ന രീതിയിലാണ് മാറ്റങ്ങൾ വരുന്നത്. ഇതിലെ 4ാമത്തെ മകനെ മാത്രം ഇവർ എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ തീവ്രവാദി എന്നുള്ള പദം കൊണ്ട് ഉപയോഗിക്കും. ബാക്കിയുള്ള 1, 2, 3 സ്റ്റെപ്പുകളാണ് ഇപ്പോൾ ഈ UK യിലും ന്യൂയോർക്കിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ അജണ്ടയോട് കൂടിയിട്ട് ആ രാജ്യത്തെ എങ്ങനെ പിടിച്ചെടുക്കാം. ഇപ്പോൾ ഈ സൊഹ്റാൻ മംദാനിയെക്കുറിച്ച് ഈ മേയർ സ്ഥാനത്ത് അവിടെ നിൽക്കുന്നില്ല. അവരുടെ ലക്ഷ്യങ്ങളിൽ അടുത്തത് അവിടുത്തെ ഗവർണർ പോസ്റ്റും ട്രംപിൻ്റെ അടുത്തൊരു എതിരാളിയായിട്ട് വരെ അദ്ദേഹത്തിനെ ഉയർത്തി കാണിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജോർജ്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സൊഹ്റാൻ മംദാനി അദ്ദേഹം ഒരു മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. ആ മുഖംമൂടി തിരിച്ചറിയാനായിട്ട് ന്യൂയോർക്കിലുള്ള ജനങ്ങൾക്ക് കഴിയുന്നില്ല എന്നിടത്താണ് ഇവിടുത്തെ വിഷയം വരുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അജണ്ട, പ്രത്യേകിച്ച് അദ്ദേഹമായിരിക്കില്ല, അദ്ദേഹത്തിനെ ആരാണോ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്, ആരാണോ അദ്ദേഹത്തിന് പിന്നിൽ നിൽക്കുന്നത്, അവർക്ക് കൃത്യമായൊരു അജണ്ടയുണ്ട്. ന്യൂയോർക്കിൻ്റെ മേയർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ സൊഹ്റാനിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. സൊഹ്റാനിനെ ഒരു പാമ്പിൻ്റെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ്റെ തുല്യമായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഇത് വിൽക്കാനായിട്ട് അദ്ദേഹം എന്ത് അഭിനയം വേണമെങ്കിലും കാണിക്കും. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. എത്ര സിമ്പിളായിട്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു തരുന്നത്. വളരെ കൃത്യമായിട്ട്, അതായത് ജോർജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെട്ട ആ സമയത്താണ് ഇസ്ലാമോഫോബിയ എന്നൊരു പദം തന്നെ കൂടുതൽ പ്രചാരത്തിലേക്ക് വന്നത്. അതിന് കൃത്യം 25 വർഷം കഴിയുമ്പോൾ, 25 വർഷം, അതായത് ന്യൂയോർക്ക് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിറ്റിയിൽ ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്ത ഏറ്റവും വലിയ ആക്രമണത്തിന് ഇരകളായിത്തീർന്നവർ ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കെ ഇസ്ലാമോഫോബിയ മൂലം പല ആക്രമണങ്ങളും, പലപ്പോഴും സിഖുകാർ പോലും ആക്രമിക്കപ്പെട്ട ഒരു സ്ഥലത്ത് തൻ്റെ ഇസ്ലാമിക ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തി മേയറായി തീരുന്നു. അപ്പോൾ ഇത് വെറും 25 വർഷം കൊണ്ട്, അല്ലെങ്കിൽ ഈ 25 വർഷം പറയണ്ട, ഒരു 4-5 വർഷം കൊണ്ട് ഇവർ എത്രയോ കണ്ണിങ്ങായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത്, അപ്പുറത്തിരിക്കുന്ന 10% അപ്പുറമുള്ള 90% ഇത് മനസ്സിലാകുന്നില്ല എന്നിടത്താണ് ഇവിടെ പരാജയം വരുന്നത്. ഓക്കെ, അത് കറക്റ്റാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു നിലപാടിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു അജണ്ടയെ പറ്റി NIA കൊടുത്ത റിപ്പോർട്ട്, അതിൻ്റെ അകത്ത് നമ്മളൊരു കാര്യം പരാമർശിച്ചിരുന്നു. അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് ഇവിടുത്തെ യുവജനങ്ങളെ റാഡിക്കലൈസ് ചെയ്തത് ചിലപ്പോൾ ഈ ബാബറി മസ്ജിദ് ഉയർത്തി കാണിച്ചുകൊണ്ട്, ഗുജറാത്ത് കലാപം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട യുവജനങ്ങളെയൊക്കെ റാഡിക്കലൈസ് ചെയ്യാൻ ശ്രമിച്ചത്. നമ്മൾ ഈ സൊഹ്റാൻ ഈ മംദാനിയുടെ പഴയ ചില ട്വീറ്റുകൾ നോക്കുമ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചില അത്തരത്തിലുള്ള ചില നിലപാടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില അജണ്ടയോട് ചില സമാനതകൾ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞു 2025 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഒരു അസംബന്ധപരമായിട്ടുള്ള, വളരെ ഒരു ഫാക്ച്വലി യഥാർത്ഥ ഫാക്റ്റുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചില പരാമർശങ്ങൾ. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ വാക്ക് കൃത്യമായിട്ട് ഗുജറാത്തിൽ ഇന്ന് മുസ്ലിംസ് ഇല്ല എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ബാബറി മസ്ജിദ് അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം അതൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു ഇസ്ലാമോഫോബിയ, അതിലൂടെ വോട്ട് സമാഹരിക്കുക, ഉയർന്നു വരാനുള്ള ശ്രമം ഈ പറയുന്ന വ്യക്തി നടത്തുന്നു. 2020 മാർച്ച് മാസം 7-ാം തീയതി സൊഹ്റാൻ മംദാനിയുടെ ഒരു ട്വീറ്റ് ഉണ്ട്. അതായത് in 1972 my family was expelled from Uganda because they were Indian. Today my brothers and sisters in India are being persecuted because they are Muslim. I won't stay quiet as the past repeats itself and self-proclaimed progressive leaders watch in silence or complicity. അപ്പോൾ വളരെ കൃത്യമാണ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ ഒരു അജണ്ട എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം നടപ്പാക്കുന്ന ഒരു അജണ്ടയല്ല. അത് ഗ്ലോബലി അവർ അക്വയർ ചെയ്ത, അല്ലെങ്കിൽ ഗ്ലോബലി മറ്റ് തീവ്രവാദ സംഘടനകൾ, പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ടയുടെ ഒരു കേരള വെർഷനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിലപാടിൽ ഡിസ്കസ് ചെയ്ത പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചുള്ള ഈ പറയുന്ന NIAയുടെ റിപ്പോർട്ട്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ജനാധിപത്യത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ വോട്ടിനുള്ള ശക്തി, ഒരു നമ്പറിനുള്ള ശക്തി ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞത് ഒരു പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളായിരിക്കും. ലണ്ടനിൽ സാദിഖാൻ എങ്ങനെ മേയറായി, അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേണൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് അവിടെ വോട്ട് ചെയ്തു, ടോട്ടൽ വോട്ടേഴ്സ് ടേൺ ഔട്ട് നമ്മളൊന്ന് നോക്കുക. അതിൽ എത്ര പേർ വൈറ്റ് ആയിട്ടുള്ള, അവിടെ കോറായിട്ട് ലണ്ടൻ അല്ലെങ്കിൽ കോർ വൈറ്റ് വോട്ട് എത്ര വന്നിട്ടുണ്ട്, കോറായിട്ടുള്ള ഒരു ഇമിഗ്രൻസിൻ്റെ ഫോമിലുള്ള കോറായിട്ടുള്ള വോട്ടുകൾ എത്രത്തോളം വന്നിട്ടുണ്ട്, അവിടെ കൃത്യം നമ്മൾ കണക്കുകൾ എടുത്ത് പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ ഇമിഗ്രൻസ് ആയിട്ട് വന്നിട്ടുള്ള മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ നിന്നും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അവിടെ നടന്നിട്ടുണ്ട്. എന്നാൽ അവിടെ ജനിച്ച് വളർന്ന, അവിടെ പൗരത്വമുള്ള വൈറ്റ് ആയിട്ടുള്ളവരുടെ ഭാഗത്തുനിന്ന് ഒരു വോട്ടിങ്ങിനോടൊരു നിസ്സംഗത മനോഭാവം, ആ നിസ്സംഗതയാണ് പലപ്പോഴും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഉയർച്ചയ്ക്ക് ഒരു ഫ്യൂവലായിട്ട് മാറുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവർ പലപ്പോഴും ഈ അധിനിവേശം നടത്തുന്നത് അതൊരു വേഗമായിട്ടുള്ളൊരു അധിനിവേശമല്ല. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ ന്യൂയോർക്ക് സിറ്റി അവർക്ക് പിടിച്ചെടുക്കണം, അതിനൊരു 10, 20, 25 വർഷത്തെ ഒരു ടാർഗറ്റ് അവരിടും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇത്തരത്തിലുള്ള പിടിച്ചെടുക്കാൻ
ഏറ്റെടുക്കൽ നടക്കുന്നത് അധിനിവേശത്തിൻ്റെ രൂപത്തിലാണ്. ഇപ്പോൾ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും കുടിയേറ്റം സംഭവിക്കുന്നു. ആ കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു വേഗമായിട്ടുള്ള കുടിയേറ്റമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ യു കെയിലേക്ക് വന്നു കഴിഞ്ഞാൽ യു കെയുടെ എല്ലാ ഭാഗത്തേക്കും അവരങ്ങ് ചിതറിപ്പോവുകയല്ല ചെയ്യുന്നത്. അവരാദ്യം ഐഡൻറ്റിഫൈ ചെയ്യും. അവിടെ പൊളിറ്റിക്കലി സ്ട്രോങ് ആയിട്ടുള്ള, പൊളിറ്റിക്കലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യും. ഉദാഹരണം പറയുകയാണെങ്കിൽ ലണ്ടൻ. അപ്പോൾ ആദ്യമേ വരുന്ന ഒരു ബാച്ചിനെ ലണ്ടൻ കേന്ദ്രീകരിച്ചൊരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള, ഏകീകൃതമായിട്ടുള്ള ഒരു അധിനിവേശം അവർ നടത്തും. അപ്പോൾ ലണ്ടൻ അവിടെ പൊളിറ്റിക്കലി അവർ അല്ലെങ്കിൽ എന്താണ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി അവരൊരു ഉയർന്നൊരു നമ്പറായി കഴിയുമ്പോൾ പിന്നെ അടുത്ത നഗരത്തിലേക്ക് പോകും. വളരെ കാൽക്കുലേറ്റഡ് ആണ്. ഇപ്പോൾ ന്യൂയോർക്കിൽ അങ്ങനെ തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പല ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ഉയർച്ച എടുത്ത് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജോർജ്, അവസാനമായിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ മൂത്ത മകൻ ട്രംപ് ജൂനിയർ പറഞ്ഞൊരു വാക്കുണ്ട്, ന്യൂയോർക്ക് സിറ്റി വീണു. ഇതിനു മുമ്പ് നമ്മൾ കണ്ടു ലണ്ടൻ സിറ്റി വീഴുന്നത് നമ്മൾ കണ്ടു. ഇനി എവിടേക്കാണ് വീഴാൻ പോകുന്നത് എന്നുള്ളത് ബോധമുള്ളവർ ചിന്തിക്കട്ടെ. ഈ ഐഡിയ മനസ്സിലായില്ലെങ്കിൽ, പൊളിറ്റിക്കൽ ഇസ്ലാം എങ്ങനെയാണ് ഓരോ പ്രദേശങ്ങളെ കീഴടക്കുന്നത് എന്നുള്ളതിൻ്റെ അവരുടെ ടാക്ടിക്സ് മനസ്സിലായില്ലെങ്കിൽ വീണ് കഴിയുമ്പോൾ മാത്രമേ, ഇപ്പോൾ ഓരോ സിറ്റികളും വീണ് കഴിയുമ്പോൾ മാത്രമേ അവർ ആ വീഴ്ചയുടെ ആഘാതം അല്ലെങ്കിൽ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് കറക്റ്റാണ്. നമ്മൾ വീഴ്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലണ്ടനിൽ എന്താണ് സംഭവിച്ചത്, ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ റൈസ് ഓഫ് പൊളിറ്റിക്കൽ ഇസ്ലാം. അത് എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം BC AD എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ വലിയൊരു മാറ്റം തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ശരിയ കൗൺസിലുകൾ, ശരിയ കോടതികൾ, ശരിയത്ത് നിയമം നിലനിൽക്കുന്ന സ്ട്രീറ്റുകൾ, അത്തരത്തിലുള്ള നിരവധി കാരണങ്ങൾ. അല്ലാണ്ട് ചുമ്മാ നമ്മൾ വേഗമായിട്ട് എങ്ങനെ അടിച്ച് പറയുകയല്ല ചെയ്യണം ഓരോ സിറ്റിയും ഫോൾ ചെയ്തു അല്ലെങ്കിൽ വീണു എന്ന് പറയുന്നത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ അതിൻ്റെ ഒരു ജോഗ്രഫിക്കലി അല്ലെങ്കിൽ അതിൻ്റെ സോഷ്യലി, അതിൻ്റെ റിലീജിയസ് വൈസ്, കൾച്ചറലി ആ ഏരിയയിൽ സംഭവിച്ചിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റമല്ല. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആർക്ക് വേണമെങ്കിലും അതിൻ്റെ അധികാരത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്, എല്ലാ അവകാശവുമുണ്ട്. അതാരും നിഷേധിക്കുകയില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഒരു പ്രത്യേകമായിട്ടുള്ള പാറ്റേണിൽ, അസ്വാഭാവികമായിട്ടുള്ള രീതിയിൽ, തീവ്രമായിട്ടുള്ള നിലപാടുകളോടെ ചിലർ ഭരണ തലപ്പത്തേക്ക്, അത് രാജ്യത്തിൻ്റെ ആയിക്കോട്ടെ, ചില നഗരത്തിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിൻ്റെ ആയിക്കോട്ടെ, അങ്ങനെ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ആശങ്ക നൽകുന്ന ഒരു വസ്തുത തന്നെയാണ്. അത് നമ്മളെ ഭയപ്പെടുത്തേണ്ട ഒരു വസ്തുത തന്നെയാണ്. കാരണം അത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്കതിനെ നിരീക്ഷിക്കാൻ സാധിക്കുകയില്ല. നിലപാടിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ കൃത്യമായിട്ടും ഒരു ഉയർച്ചയല്ല അവിടെ സംഭവിക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു ഇൻവേഷനാണ്, ഒരു അധിനിവേശമാണ് പലരും അതിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ താങ്ങി നിർത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു ആശയം തന്നെയാണ്. പക്ഷേ ആ ആശയത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള അധിനിവേശപരമായിട്ടുള്ള അജണ്ടയോടുകൂടി മുന്നോട്ട് വരുന്നവരെ ഒറ്റപ്പെടുത്തുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കും ഒപ്പം തന്നെ മതേതര സ്വഭാവമുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും സാധിക്കട്ടെ. എത്ര കരിസ്മാറ്റിക് ആയിട്ടുള്ള വ്യക്തിയായിക്കോട്ടെ, എത്ര സുന്ദര മനോഹരമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകുന്ന വ്യക്തിയായിക്കോട്ടെ, ആ വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള അജണ്ട അത് തിരിച്ചറിയുവാൻ വോട്ടർമാർക്ക് സാധിക്കണം. അത് ന്യൂയോർക്കിലായിക്കോട്ടെ, ലണ്ടനിലായിക്കോട്ടെ, ഇന്ന് കൊച്ചു കേരളത്തിലായിക്കോട്ടെ എന്ന ഓർമ്മപ്പെടുത്തലോടെ മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.